Hi everyone, welcome to the online course Statistics for Data Science. എൻ്റെ പേര് പവിത്ര. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ MSc ഡാറ്റാ സയൻസ് വിദ്യാർത്ഥിനിയാണ്. നമ്മുടെ ഓൺലൈൻ കോഴ്സായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡാറ്റാ സയൻസിലെ 6ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ആണ്. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനത്തെ എക്സ്പെരിമെൻറ്റ്സിനെയൊക്കെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഡിറ്റർമിനിസ്റ്റിക് ഈവൻറ്റ്സ് എന്നും പ്രോബബിലിസ്റ്റിക് ഈവൻറ്റ്സ് എന്നും. ഡിറ്റർമിനിസ്റ്റിക് ഈവൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് ആ എക്സ്പെരിമെൻറ്റ് നടന്ന കണ്ടീഷൻസ് വെച്ചും കൊണ്ട്, അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് നടക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫാക്ടേഴ്സ് വെച്ചും കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഈവൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനിസ്റ്റിക് ഈവൻറ്റ്സ്. അതായത് അവിടെ നമുക്ക് അതിൻ്റെ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം നമുക്ക് ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കുമെന്ന് സർട്ടനായിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഈവൻറ്റ്സിനെയാണ് നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് ഈവൻറ്റ്സ് അല്ലെങ്കിൽ പ്രെഡിക്റ്റബിൾ ഈവൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ നോക്കിയാൽ, നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ആ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റിയും ദെൻ ആക്സിലറേഷനും ടൈമും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് ഈ വാല്യൂസൊക്കെ വെച്ചും കൊണ്ട് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു സർട്ടനിറ്റിയോട് കൂടി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറിച്ച് പ്രോബബിലിസ്റ്റിക് ഈവൻറ്റ്സ് നോക്കുമ്പോൾ ആ പ്രോബബിലിസ്റ്റിക് ഈവൻറ്റ്സിൻ്റെ ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. ഒരു യുണീക്ക് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു യുണീക്ക് റിസൾട്ട് ആയിരിക്കുമെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ സാധിക്കില്ല. പകരം സെവറൽ പോസിബിൾ ഔട്ട്കംസ് ഉണ്ടെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് അവിടെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനത്തെ ഈവൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിസ്റ്റിക് ഈവൻറ്റ്സ് അല്ലെങ്കിൽ അൺപ്രെഡിക്റ്റബിൾ ഈവൻറ്റ്സ്. സോ അങ്ങനത്തെ അൺപ്രെഡിക്റ്റബിൾ ഈവൻറ്റ്സ് എന്തുകൊണ്ട് നടക്കുന്നു? ആ അൺപ്രെഡിക്റ്റബിൾ ഈവൻറ്റ്സ് നടക്കുന്നതിന് കാരണം അതിൻ്റെ പിന്നിലൊരു അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന കാരണമാണ്. ആ അൺസർട്ടനിറ്റിയുടെ ഡിഗ്രിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ അൺസർട്ടനിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്തമാറ്റിക്സിൽ ഒരു ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് തിയറി ഓഫ് പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റിയെ പറ്റി നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആ പ്രോബബിലിറ്റി നോക്കുന്നതിന് മുന്നേ ആ പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജീസ് ആണ് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ എക്സ്പെരിമെൻറ്റ്. റിസൾട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഔട്ട്കംസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, സർട്ടനിറ്റിയോട് കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഏതൊരു ഓപ്പറേഷനെ നമുക്ക് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കാം. സോ ദാറ്റ് ആ എക്സ്പെരിമെൻ്റ് ഔട്ട്കം നമുക്ക് സർട്ടനിറ്റിയോട് കൂടി പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനത്തെ ഓപ്പറേഷനെ വിളിക്കുന്ന പേരാണ് എക്സ്പെരിമെൻറ്റ്. സോ അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് കിട്ടുന്ന ആ റിസൾട്ടിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്കം. ദെൻ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നു. സർട്ടനിറ്റിയോടുകൂടി ഒരു ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും പോസിബിൾ ഔട്ട്കംസ് ഏതൊക്കെയാണെന്ന് പറയാൻ സാധിക്കും. സോ അങ്ങനത്തെ പോസിബിൾ ഔട്ട്കംസിൻ്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ആ എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്, ആ കോയിൻ ടോസ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻ്റ് എന്ന് വിളിക്കുന്നത്. സോ കോയിൻ ടോസ് ചെയ്ത് നമുക്ക് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ കിട്ടും. സപ്പോസ് നമുക്ക് ഹെഡാണ് കിട്ടിയതെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം, റിസൾട്ടായ ഹെഡാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കം. സോ ദെൻ നമുക്ക് പറയാൻ സാധിക്കും, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വീഴുന്നത്. സോ ആ കോയിൻ ടോസ് ചെയ്യുമ്പോഴുള്ള പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. സോ ഹെഡിൻ്റെയും ടെയിലിൻ്റെയും സെറ്റിനെ വിളിക്കുന്ന പേരാണ് ആ എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ്. അതായത് സാമ്പിൾ സ്പേസ് S സെറ്റ് HT, സെറ്റ് ഹെഡ് ടെയിൽ, അതാണ് അതിൻ്റെ സാമ്പിൾ സ്പേസ്. ദെൻ പ്രോബബിലിറ്റിയിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൗണ്ടിങ് റൂൾ. ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ സെവറൽ സ്റ്റെപ്സ് ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. സോ അങ്ങനത്തെ സെവറൽ സ്റ്റെപ്സ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിൽ സപ്പോസ് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. ആ എക്സ്പെരിമെൻറ്റിന് 2 സ്റ്റെപ്പ് ഉണ്ടെന്ന് കരുതുക. സോ ആ 2 സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ N1 ഔട്ട്കംസ് ഉണ്ട്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ N2 ഔട്ട്കംസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ടോട്ടൽ എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഹോൾ എക്സ്പെരിമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈ 2 ഔട്ട്കംസ്, നമ്പർ ഓഫ് ഔട്ട്കംസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അതായത് N1 × N2 ആയിരിക്കും. അതായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതാണ് കൗണ്ടിങ് റൂൾ പറയുന്നത്. സോ ഇപ്പോൾ
3 സ്റ്റെപ്പുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ 3 സ്റ്റെപ്പിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കംസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും. സോ ജനറലൈസ് ചെയ്ത് നമുക്കൊരു m സ്റ്റെപ്പുള്ള ഒരു എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഒരു m സ്റ്റെപ്പുള്ള എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് n1 n2 എക്സെട്ര അപ് ടു nm റെസ്പെക്റ്റീവ്ലി ആണെന്ന് നമുക്ക് കരുതാം. സോ അങ്ങനെയാണെങ്കിൽ ആ ഹോൾ എക്സ്പെരിമെൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് n1 ഇൻറ്റു n2 ഇൻറ്റു n3 ഇൻറ്റു എക്സെട്ര അപ് ടു nm ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെ പ്രോഡക്റ്റ് ആയിരിക്കും. അതാണ് കൗണ്ടിങ് റൂൾ പറയുന്നത്. നമുക്ക് അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഈ കാണിച്ചേക്കുന്ന 2 ഡൈ റോൾ ചെയ്യുമ്പോൾ ഉണ്ടായ സാമ്പിൾ സ്പേസ് ഒരു 2 ഡയമെൻഷൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തേക്കുന്നതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡൈ 1നും ഡൈ 1 എക്സ് ആക്സിസിലും ഡൈ 2 വൈ ആക്സിസിലും. സോ ഡൈ 1 ഫസ്റ്റ് ഡൈക്കും 6 നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്, സെക്കൻഡ് ഡൈക്കും 6 നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. സോ കൗണ്ടിങ് റൂൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 6 ഇൻറ്റു 6 ടോട്ടൽ 36 നമ്പർ ഓഫ് ഔട്ട്കംസ് പോസിബിൾ ആണ്. ആ 36 ഔട്ട്കംസുമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 1 2 1 3 1 1 2 1 3 1 4 എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് ഡൈയിൽ 1ഉം സെക്കൻഡ് ഡൈയിൽ 1ഉം ആണ് ആ 1 1, ഫസ്റ്റ് ഡൈയിൽ 2, സെക്കൻഡ് ഡൈയിൽ 1ഉം ആണ് ആ 2 1 എന്നിങ്ങനെ കാണിച്ചിട്ടുള്ളത്. സോ പോസിബിൾ ഔട്ട്കംസിനെല്ലാം കൂടെ ഈ 2 ഡയമെൻഷൻ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്തേക്കാണ്. സോ ടോട്ടലി നമുക്കൊരു 36 ഔട്ട്കംസ് കിട്ടും കൗണ്ടിങ് റൂൾ അനുസരിച്ച്. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ നമുക്കിനി ഈവൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാമ്പിൾ സ്പേസ് എന്താണെന്ന് നോക്കിയായിരുന്നു. ആ സാമ്പിൾ സ്പേസിൻ്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ്, നോൺ എംപ്റ്റി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഈവൻസ്. അതായത് ഒരു സാമ്പിൾ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എത്ര സബ്സെറ്റ് എടുക്കാൻ കഴിയുമോ അത് എല്ലാം തന്നെ ആ സാമ്പിൾ സ്പേസിൻ്റെ ഒരു ഈവൻ്റാണ്. ആ സാമ്പിൾ സ്പേസിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഈവൻസ് ആണ്. അതായത് സാമ്പിൾ സ്പേസിൽ ഏതെങ്കിലും ഒരു സബ്സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഈവൻറ്റ്. അങ്ങനത്തെ ഈവൻസ് ഞാൻ പറഞ്ഞു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കും. സോ അതിൽ ഒരു എലമെൻ്റ് എങ്കിലും ഉണ്ടാവണം. സപ്പോസ് ആ ഈവൻറ്റിൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ എങ്കിൽ അങ്ങനത്തെ ഈവൻറ്റിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഈവൻറ്റ്. അല്ലെങ്കിൽ മോർ ദാൻ 1 ഔട്ട്കം ഉണ്ടെങ്കിൽ, മോർ ദാൻ 1 എലമെൻറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഈവൻസിനെ വിളിക്കുന്ന പേരാണ് കോമ്പൗണ്ട് ഈവൻറ്റ്. സോ അതാണ് സിമ്പിൾ ഈവൻറ്റും കോമ്പൗണ്ട് ഈവൻറ്റും. നമ്മളെല്ലാവരും വെൻ ഡയഗ്രാം കണ്ടിട്ടുണ്ടാകും. സെറ്റിൻ്റെ കേസിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇല്ലസ്ട്രേഷനാണ് വെൻ ഡയഗ്രാം. സോ വെൻ ഡയഗ്രാമിൽ നമ്മൾ സർക്കിൾസ് യൂസ് ചെയ്യും, റെക്റ്റാങ്കിൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സെറ്റിനെ അല്ലെങ്കിൽ സെറ്റിനകത്ത് ഉണ്ടാകുന്ന റിലേഷൻസ് ഒക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ പ്രോബിലിറ്റിയിലും നമ്മൾ വെൻ ഡയഗ്രാം യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് സ്ഥലത്ത് നമുക്കത് യൂസ്ഫുള്ളാണ്, നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് വെൻ ഡയഗ്രാം. നമ്മളൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഈവൻസിനെ ഒന്ന് വെൻ ഡയഗ്രത്തിലൊന്ന് റെപ്രസെൻ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ ഒരു ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യനെ പറ്റിയിട്ടുള്ളതാണ്. ആ ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യൻ 2 കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്വാളിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. സോ അയാൾ അറ്റ് എ ടൈം 2 യൂണിറ്റ് സെലക്ട് ചെയ്യുന്നു, 2 കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് ഡിഫക്റ്റീവ് ആണോ നോൺ ഡിഫക്റ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുന്നു. സോ 2 യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന കാരണം ആ 2 യൂണിറ്റിൽ ഒന്നുകിൽ 2 നോൺ ഡിഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ ഡിഫക്റ്റീവ് ആവും, അല്ലെങ്കിൽ 2 ഡിഫക്റ്റീവ് ആവും. അങ്ങനത്തെ കേസസ് ഒക്കെ ഒക്കറാൻ ചാൻസ് ഉണ്ട്. സോ ഡിഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ D എന്നും നോൺ ഡിഫക്റ്റീവ് ആണെങ്കിൽ N എന്നും നമ്മൾ കൊടുത്ത് റെപ്രസെൻ്റ് ചെയ്യുവാണ്. സോ അങ്ങനത്തെ ആ എക്സ്പെരിമെൻറ്റ് സാമ്പിൾ സ്പേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകിൽ 2ഉം നോൺ ഡിഫക്റ്റീവ് ആവാം, അങ്ങനെയാണെങ്കിൽ NN, അല്ലെങ്കിൽ ആദ്യത്തെ നോൺ ഡിഫക്റ്റീവ് രണ്ടാമത്തെ ഡിഫക്റ്റീവ് ആവാം, അങ്ങനെയാണ് ND, അല്ലെങ്കിൽ ആദ്യത്തെ ഡിഫക്റ്റീവ് രണ്ടാമത്തെ നോൺ ഡിഫക്റ്റീവ് ആവാം, അങ്ങനെയാണ് DN, അല്ലെങ്കിൽ 2ഉം ഡിഫക്റ്റീവ് ആവാം. സോ അതിൻ്റെ സാമ്പിൾ സ്പേസ് വന്നിട്ട് S = NN, ND, DN, DD ഈ കാണിച്ചേക്കുന്ന പോലെയാണ്. സോ അതാണ് ആ എക്സ്പെരിമെൻ്റ് സാമ്പിൾ സ്പേസ്. നമ്മൾ ആ സാമ്പിൾ സ്പേസിൽ നിന്ന് 2 ഈവൻറ്റ് ഡിഫൈൻ ചെയ്യുവാണ്, A എന്നും B എന്നും. സോ A എന്ന ഈവൻറ്റ് വന്നിട്ട് നെയ്തർ ദ യൂണിറ്റ് ഈസ് ഡിഫക്റ്റീവ്. നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ക്വാളിറ്റി കൺട്രോൾ ടെക്നീഷ്യൻ ചൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് 2ഉം തന്നെ ഡിഫക്റ്റീവ് ആവാൻ പാടില്ല. സോ അത് നമ്മൾ A എന്ന ഈവൻറ്റ് നമ്മൾ ആ സാമ്പിൾ സ്പേസിൽ നിന്ന് എടുക്കുകയാണ്. 2 യൂണിറ്റും ഡിഫക്റ്റീവ് ആവാൻ പാടില്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റിയും കൂടെ ഉള്ളൂ, 2 യൂണിറ്റും നോൺ ഡിഫക്റ്റീവ് ആവുക. സോ A എന്ന ഈവൻറ്റ് വന്നിട്ട് N എന്ന് പറഞ്ഞ ആ സെറ്റാണ്. നമുക്ക് ഇവിടെ സൈഡിൽ വെൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ആ വലിയ റെക്റ്റാങ്കിളാണ് സാമ്പിൾ സ്പേസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ സാമ്പിൾ സ്പേസിലെ എല്ലാ ഈവൻസും ആ വലിയ റെക്റ്റാങ്കിളിനകത്ത് വരും. അതുപോലെ അതിനകത്ത് Aയും Bയും കാണിച്ചിട്ടുണ്ട്. സോ A എന്ന ഈവൻറ്റ് NN എന്ന് പറയുന്ന ആ ഈവൻറ്റ് ആ ചെറിയ റെക്റ്റാങ്കിൾ വെച്ചുകൊണ്ട് A എന്ന് പറയുന്ന ആ ചെറിയ റെക്റ്റാങ്കിൾ വെച്ചുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. സോ അതാണ് A എന്ന ഈവൻറ്റ്. ദെൻ B എന്ന ഈവൻറ്റ് എന്താണെന്ന് നോക്കാം. അടുത്ത് നമുക്ക് B എന്ന ഈവൻറ്റ് എന്താണെന്ന് നോക്കുമ്പോൾ
അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ യൂണിറ്റ്സ് ഇസ് ഡിഫക്റ്റീവ്. ഏതെങ്കിലും ഒരു യൂണിറ്റ് എങ്കിലും ഡിഫക്റ്റീവ് ആവുക. സോ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് എങ്കിലും. സോ കൂടിയാലും കുഴപ്പമില്ല, ബട്ട് കുറയാൻ പാടില്ല, 1ൽ കുറയാൻ പാടില്ല. അതാണ് അറ്റ്ലീസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ അങ്ങനത്തെ കേസസിനെയാണ് ബി എന്ന ഇവൻ്റ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ബി എന്ന ഇവൻറ്റിൽ ഉണ്ടാകുന്ന ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ND, DN, DD ഇത് മൂന്നുമാണ്. സോ ബി എന്ന ഇവൻ്റ് വെൻ ഡയഗ്രാമത്തിനകത്ത് പ്ലോട്ട് ചെയ്തേക്കുന്ന കാണാം നമുക്ക്. ആ റെക്റ്റാങ്കിളിനകത്ത് ND, DN, DD ആ കാണിച്ചിരിക്കുന്ന റെക്റ്റാങ്കിളാണ് ബി എന്ന ഇവൻറ്റ്. സോ എയും ബിയും സാമ്പിൾ സ്പേസിനകത്ത് കാണിച്ചിട്ടുണ്ട്. സാമ്പിൾ സ്പേസ് നോക്കുമ്പോൾ അതിനകത്ത് എല്ലാ ഇവൻറ്റ്സ്, സാമ്പിൾ സ്പേസിനകത്ത് വരുന്ന എല്ലാ ഇവൻറ്റ്സും ഉണ്ട്, പ്ലസ് എയും ബിയും എന്ന 2 ഇവൻറ്റും കാണിച്ചിട്ടുണ്ട്. ഈ എയും ബി എന്ന 2 ഇവൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പൊന്നുമില്ല, തമ്മിലൊരു ഇൻ്റർസെക്ഷൻ നടക്കുന്നില്ല. അത് കാരണമാണ് 2 സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത്. അതിൽ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സോ നമുക്ക് ഈ വെൻ ഡയഗ്രത്തിനകത്തു നിന്ന് സാമ്പിൾ സ്പേസിനെ ഈവൻസിനെയും പറ്റിയിട്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണുന്ന വേറൊരു കാര്യമാണ്, എ എന്ന ഈവൻറ്റിനകത്ത് ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, അതായത് അത് സിമ്പിൾ ഈവൻറ്റും. ദെൻ ബി എന്ന ഈവൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 3 എലമെൻ്റ് ഉണ്ട്. സോ അതുകൊണ്ടൊരു കോമ്പൗണ്ട് ഈവൻറ്റ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഈവൻറ്റ്. സോ അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.